ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നയനയുടെ വീട്ടിലേക്ക് നന്ദു, ആദർശും അനിയും വരികയാണ്. അപ്പോൾ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോൾ തന്നെ കനക പോയിട്ട് നയനയുടെ കൈയും പിടിച്ചിട്ട് വരികയാണ്. അതുപോലെ തന്നെ പിന്നാലെ അച്ഛനും വരികയാണ്. നന്ദുവിനെ കണ്ടപ്പോൾ തന്നെ നയന മോളെ, അതേപോലെ തന്നെ ചേച്ചി എന്ന് വിളിച്ച് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. എന്ത് പറ്റിയതാ മോനെ? വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരിക. കുറേ ഗുണ്ടകൾ ചേർന്ന് നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയതാ. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾക്കവിടെ എത്താൻ പറ്റി. അനി പറയാണ്, തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് വരുന്നത്. വേദന മാറാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. അനിയോട് നന്ദു പറയാണ്, തലയ്ക്ക് അടി കിട്ടിയപ്പോൾ തന്നെ ബോധം പോയി. പക്ഷേ തല പൊട്ടിയിട്ടൊന്നുമില്ല. ആരാ ഇതൊക്കെ ചെയ്തത്? കനക ചോദിക്കുക. ഒന്നും അറിയില്ല അമ്മേ. കല്ലുകൊണ്ട ഗുണ്ടകൾ എറിഞ്ഞി ഓടി. എൻ്റെ പിന്നിൽ അവളും അവളുടെ വീട്ടുകാരും ആവാനാ സാധ്യത. അതായത് എൻ്റെ ഭാര്യയും അവളുടെ അച്ഛനും അമ്മയും. ഇവിടെ വന്ന് അവൾ ഏട്ടത്തിയെ പിടിച്ച് തള്ളിയപ്പോൾ നന്ദു അവളെ അടിച്ചില്ലേ? അവളെ തൊഴിച്ച് ഒരു മൂലക്കാക്കിയില്ലേ? അതിന് പകരം വീട്ടിയതായിരിക്കും. നയന പറയാണ്, ഇക്കാര്യത്തിൽ അനാമികയാണ് പ്രതി എന്ന് പറയാൻ പറ്റില്ല. ഇവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ. അതേ മോനെ, ഒരുപാട് തല്ലും വഴക്കുമൊക്കെ ഇവൾ കൂട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരാരെങ്കിലും ഇനി വൈരാഗ്യം തീർത്തതാണോ എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആദർശ് പറയാണ്, അമ്മേ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അനാമിക നമ്മൾ കരുതുന്നത് പോലെ ഒരു പെൺകുട്ടിയല്ല. എൻ്റെ അമ്മ അവൾക്ക് സമ്മാനിച്ച സ്വർണ്ണ ചെയിൻ, എൻ്റെ അമ്മയുടെ ഹോസ്പിറ്റൽ വാസവും, അങ്ങനെ പലതിനും അവൾക്ക് പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കേട്ട് അനി പറയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്, അങ്ങനെ ഒരുത്തി ഇനി നമ്മുടെ വീട്ടിൽ വേണമെന്ന്. എടാ, അവളെ പറഞ്ഞു തിരുത്തി അവളുടെ സ്വഭാവം മാറ്റിയ വേണ്ടത്. അതിന് നീ അവളെ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിലുള്ള അകലം നന്ദുവും നീയും തമ്മിലുള്ള അടുപ്പാണെന്ന് അവൾ കരുതുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അവളെ പറഞ്ഞു തിരുത്തി നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് നിൻ്റെ കടമയാണ്. പിശാചിൻ്റെ ഹൃദയവുമായിട്ട് നടക്കുന്നവരെ എത്രത്തോളം പറഞ്ഞു തിരുത്താൻ പറ്റും? ഒരിക്കലും മാറില്ല ഏട്ടാ. എല്ലാവരും കൂടി എന്നെ കൊണ്ട് റിസ്ക് എടുപ്പിക്കുക. ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്തൊരു ബന്ധം എൻ്റെ തലയിൽ വന്ന് വീണു. അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇനി ചൂട് പിടിപ്പിക്കേണ്ട ആദർശേട്ടാ, അവനൊപ്പം നിൽക്കേണ്ട. എന്നാൽ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡിവോഴ്സിന് സാക്ഷിയാവേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ അവൻ പറയുന്നതിലും സത്യമുണ്ട്. ഒരിക്കലും അവന് ചേരാത്തൊരു പെണ്ണായിരുന്നു അനാമിക. നേരത്തെ സത്യങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ അപ്പം തന്നെ എന്നെ അറിയിക്കണമായിരുന്നു. ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും തെറ്റുപറ്റി. എങ്കിൽ നന്ദുവിനും അനിക്കും ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. അതിനെ ഞാൻ മുളയിലേ നുള്ളിയനെ. അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. അതുപോലെ തന്നെ ആദർശം പുറത്തേക്ക് പോയി. അതിനുശേഷം നയന പറയാണ്, വാ മോളെ. ചേട്ടാ, ജ്യോത്സ്യൻ്റെ പ്രവചനം സത്യമാവോ എന്തോ. സത്യമാവാൻ നമ്മൾ ശ്രമിക്കണ്ട. അയാൾ തറപ്പിച്ചാ പറഞ്ഞത്. സ്നേഹിച്ച ചെറുക്കൻ്റെ വിവാഹം കഴിഞ്ഞാലും ശരി, അവൻ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും മോളുടെ അടുത്ത് തന്നെ എത്തുമെന്ന്. എത്തിക്കാതിരിക്കാനാ കനകയെ നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായോ നിനക്ക്? അനാമിക ബെഡിലേക്ക് ഫോൺ വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറയാണ്, അവനെ അവൾക്കൊപ്പം കണ്ടതിൻ്റെ ദേഷ്യം എനിക്ക് തീരുന്നില്ല. അച്ഛൻ പഴയ അച്ഛനല്ല. അച്ഛനിപ്പോൾ പഴയ കഴിവൊന്നുമില്ല. അച്ഛനെ പറ്റിക്കാനും എളുപ്പമാണ്. അത് മോള് പറഞ്ഞത് ശരിയാ. രേവതി, അവന്മാർ പേരെടുത്ത ഗുണ്ടകളാ. അവന്മാരിങ്ങനെ ഓരോരുത്തരെയും പറ്റിച്ചായിരിക്കും പേരെടുത്തത്. അവൾക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ പറഞ്ഞു വിട്ടിട്ട് അവളെ കൊന്നെന്ന് കള്ളം പറഞ്ഞില്ലേ അവന്മാർ. മോളെ, അവളെ തട്ടിക്കൊണ്ടു പോയിട്ട് അവളെ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഫോട്ടോ നമ്മൾക്കവർ അയച്ചു തന്നതല്ലേ. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ കിട്ടാൻ വേണ്ടി ചെയ്തതാ. ഇപ്പം ഞാനും അച്ഛനും ചേർന്ന് അവളെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയെന്നേ ആളെ വെച്ചെന്നേ അവളും അവളുടെ വീട്ടുകാരും പറയൂ. അവിടെ അനിക്ക് എന്നോടുള്ള ദേഷ്യം കൂടുകയും ചെയ്യും. അനിക്ക് മാത്രമല്ല, അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പിന്നെ ഞാനൊരു ശത്രുവായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ അനിക്ക് അവളുടെ സിമ്പതി കൂടുമെന്ന് പറയാൻ പറ്റില്ല. ഈശ്വര, ഇതിപ്പോൾ അവരെ തമ്മിൽ അകറ്റാൻ നോക്കിയിട്ട് അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്ന ലക്ഷണമാണല്ലോ. അപ്പോൾ അച്ഛൻ പോയിട്ട് പറയാണ്, മോള് വിഷമിക്കണ്ട മോളെ, ഇനിയും നമുക്ക് അവസരം കിട്ടും. ഇനി ഇതിലും നല്ല ഏതവസരം വരാനാ? അവളുടെ മരണം ആഘോഷിക്കാമെന്ന് കരുതിയിരുന്നതാ. എല്ലാം വെറുതെ പാഴായിപ്പോയി. മോളൊരു കാര്യം ചെയ്യ്, ഇനി ഒരു കാരണവശാലും അവളുടെ മുമ്പിൽ പോയി നിൽക്കരുത്. എന്താ? അത് പിന്നെ നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ നീയും മോളുടെ ദേഹത്ത് അവൾ കൈവെക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ദേഹത്ത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരുടെ ദേഹത്തും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അവൾ കൈവച്ചിരിക്കും. ഒറ്റയ്ക്ക് 4-5 പേരെ തല്ലി ഒതുക്കാനുള്ള വലിയ പാടൊന്നും അവൾക്കില്ല. ഇനി ഞാൻ സാക്ഷിയായിട്ടുള്ളതാ. ഏതായാലും അവരെ ആ കടയിൽ വെച്ച് കണ്ട സ്ഥിതിക്ക് അവർ എങ്ങോട്ടാ പോയെന്ന് നോക്കണമായിരുന്നു. എന്തിനാ നോക്കുന്നേ? അല്ല, അത് പിന്നെ അവർ വല്ല ഹോട്ടലിലും ആണ് പോയതെങ്കിൽ നിൻ്റെ ജീവിതം മോളെ തകരാൻ പോകുന്നത്. പിന്നെ നിൻ്റെ താലിക്ക് വലിയ ബലമൊന്നും കാണില്ല. അതല്ലെങ്കിലും ഇപ്പോഴേ ഇല്ല.
താലി കെട്ടിയതിന് ശേഷവും താലി കെട്ടാത്തവനെ പോലെയാ അവനിപ്പോഴും ജീവിക്കുന്നത്. എന്നെപ്പോലുള്ളൊരു ഭാര്യ അവൻ്റെ ബെഡ്റൂമിൽ ഉണ്ടെന്ന് പോലുള്ള ചിന്ത അവനിപ്പോൾ ഇല്ല. ഇതിനൊക്കെ കാരണക്കാരിയായിട്ടുള്ളവളെയാ ഇന്നവന്മാർ വെറുതെ വിട്ടത്. എന്നിട്ട് ഇല്ലാത്ത പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതും എൻ്റെ സ്വർണം വിറ്റ് കിട്ടിയ പൈസ. അവളുടെ ശല്യം തീരുമെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. അതും പോയി കിട്ടി. എന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ഇങ്ങനെ നടന്നു കളിക്കുന്ന സമയത്ത് ചിന്തിക്കുകയാണ്, നാനമോൾ കുടുംബത്തോട് കാണിക്കേണ്ട സ്നേഹമൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. ദേവയാനിയെ സഹായിക്കേണ്ട ഒരു കാര്യം വന്നാൽ മാറി നിൽക്കുന്ന ഒരു കൂട്ടത്തിലല്ല നാനമോൾ. ആദർശ് നയനയെ കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടി നിന്നെ അമ്മായി അമ്മയായിട്ടല്ല കണ്ടത്, സ്വന്തം അമ്മയായിട്ടാണ് കണ്ടത്. ആദർശം പറഞ്ഞ ഈ വാക്കുകളൊക്കെ ദേവയാനി ആലോചിച്ച് കൂട്ടുകയാണ്. ആദർശ് പിന്നിൽ നിന്ന് നോക്കുകയാണ്, അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതെന്ന്. ആദർശ് വന്നിട്ട് അമ്മയോട് പറയാണ്, എല്ലാവർക്കും അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ടമ്മേ. എന്താ നീ ഇപ്പം അങ്ങനെ പറഞ്ഞേ? ഉണ്ടാ ഞാൻ മടങ്ങി വരാത്തത്. അമ്മയെ ഒന്ന് വിളിച്ച് അവളോട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാം. അങ്ങനെയൊരു നീക്കം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്തിനാ അത് വീണ്ടും വീണ്ടും പറയുന്നേ? ആദർശ് പറയാ, അമ്മേ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. ചെയ്യേണ്ട കാര്യങ്ങളെ സമയത്ത് ചെയ്യണം. ഞാനൊരു ചെക്ക് നിൻ്റെ കയ്യിൽ തന്നായിരുന്നല്ലോ, അത് ഇതുവരെ മാറിയിട്ടില്ല. അവരത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. അത് അവരിപ്പം നാട്ടിലില്ലായിരുന്നു എന്ന് അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? എങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചിട്ട് അതിലേക്ക് പൈസ ഇട്ട് കൊടുത്താൽ പോരെ? ഒന്നും അവർക്ക് ഇഷ്ടമല്ല അമ്മേ. എന്താ ഇഷ്ടമല്ലാത്ത? എന്തൊക്കെയോ എൻ്റെ അടുത്ത് നിന്ന് മറക്കുന്നുണ്ട് ആദർശേ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ പെൺകുട്ടിയെ എനിക്ക് കാണണം, കണ്ടേ മതിയാവും. അപ്പോൾ ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കും, സംശയം ഞാൻ തീർക്കും. ഞാൻ നയനയുടെ കാര്യം പറയുമ്പോൾ അമ്മ എന്തിനാ ആ പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നേ? എനിക്ക് പ്രധാനപ്പെട്ടത് നിൻ്റെ ഭാര്യയല്ല, എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയാണ്. കാണാൻ ആഗ്രഹിക്കുന്നതും അവളെ തന്നെയാണ്. ഒരു നിസ്സാര കാര്യമല്ലേ, അതിന് നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷനാക്കുന്നേ? എൻ്റെ മനസ്സിൻ്റെ സന്തോഷം നോക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇപ്പം എൻ്റെ സന്തോഷം അവളെ കാണുക എന്നുള്ളതാ. എന്നിട്ട് നീ എന്താ ഇത്ര നിസ്സാരമായിട്ട് കാണുന്നേ? അത് ഞാൻ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാം. എന്നാൽ ഇപ്പോൾ തന്നെ വിളിക്ക്. എന്നിട്ട് എനിക്ക് ഫോൺ താ. ഇപ്പോഴോ? എന്താ ഒരു തടസ്സം? നീ വിളിക്ക്. വിളിക്കാം. ശരാ, ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ വിളിക്കുന്നത്? അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഔട്ട് ഓഫ് നെറ്റ്വർക്ക് ഏരിയ. ഇനിയുള്ള കാലം മുഴുവൻ ആ വഴിക്ക് ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കുമോ? അമ്മയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടല്ലേ? ആദർശ് പിന്നെ മെല്ലെ അവിടെ നിന്നും മുങ്ങി. അനിയും നവ്യയും ഒക്കെ ഇരിക്കുന്നിടത്ത് ആദർശം പോയിരുന്നിട്ട് പറയാണ്, ഇതിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനി അമ്മ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാ? അവളാണെങ്കിൽ ആദർശേട്ടൻ്റെ അമ്മ വിളിക്കാതെ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. ആദർശ് പറയുക, അത് ചെറിയ വാശിയൊന്നുമല്ല. അവളാണെങ്കിൽ അമ്മ വിളിക്കാതെ ഒരു കാരണവശാലും വരില്ല. അവസാനം സത്യം പറയേണ്ടി വരുമോ ഏട്ടാ? ചിലപ്പം സത്യം പറയേണ്ടി വരും. അപ്പോൾ നവ്യ പറയുക, അങ്ങനെ സത്യം പറയുമ്പോൾ അമ്മായിക്ക് നയനയോടുള്ള സ്നേഹം കൂടേണ്ടതല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. നയനയുടെ ഒരു സഹായവും വേണ്ടെന്ന് പ്രഖ്യാപിച്ച് നടക്കുകയല്ലേ അമ്മ? നിനക്ക് കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെയും അച്ഛനെയും ഒക്കെ അമ്മ കുറ്റപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. എല്ലാവരും വല്യമ്മയെ കോമാളിയാക്കിയെന്നറിഞ്ഞാൽ വല്യമ്മ ഒരിക്കലും അത് ക്ഷമിച്ചു എന്ന് വരില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നത്? ഇനി എനിക്ക് ഒന്നിനും കഴിയില്ല. അമ്മയ്ക്ക് ഇപ്പം തന്നെ നല്ല സംശയമുണ്ട്. സംശയം ഇതുവരെ നയനയിലേക്ക് പോയിട്ടില്ല. വല്യമ്മ, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ല അമ്മേ. നയനയെ വിളിച്ചു കൊണ്ടുവരുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുമായിരുന്നു. എന്താ കയ്യും കാലമൊന്നും ഇല്ലേ ഇങ്ങോട്ട് വരാൻ? എന്താ അവളെ അവിടെ ചെന്ന് കൊണ്ടുപോയി വിളിച്ചു കൊണ്ടുവരണോ? പിന്നെ അമ്മായിക്ക് ഇഷ്ടമില്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നാ പറഞ്ഞേ. എന്നാൽ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. അവനിപ്പോഴേ നല്ലൊരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവർ അവിടെ തന്നെ നിൽക്കട്ടെ. നല്ല സുഖമായിട്ട് അവിടെ തന്നെ നിൽക്കട്ടെ. പിന്നെ വലിയ ആഗ്രഹമുണ്ട് ഏട്ടത്തി ഇങ്ങോട്ട് വരണമെന്ന്. ആഗ്രഹമുണ്ടെങ്കിൽ ഇവൻ പോയി വിളിച്ചുകൊണ്ട് വരണം. ഞാൻ പറഞ്ഞോ വേണ്ടാന്ന്? അതിന് അവൾക്ക് മുന്നിൽ ഞാൻ താണു കൊടുക്കും എന്ന് ആരും കരുതണ്ട. അമ്മേ, ഇതൊരു ജീവിതമല്ലേ, ഇവിടെ ഒരു മത്സരത്തിൻ്റെ ആവശ്യമുണ്ടോ? ആദർശ അമ്മയോട് ചോദിക്കാം. മത്സരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ ഞാൻ വിളിച്ചാലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ നിൽക്കുന്നേ? അമ്മ ഭാര്യയുടെ മുന്നിൽ തലകുനിക്കണം എന്ന് നിനക്ക് ആഗ്രഹം കാണുമായിരിക്കും അല്ലേ? പക്ഷേ മിക്ക അമ്മമാർക്കും അങ്ങനെ ഒരാഗ്രഹം കാണില്ല. വ്യക്തിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നതാണ് നല്ലത്. ഒരു ദിവസം കൂടി അവൾ സമാധാനത്തോടെ നിൽക്കട്ടെ, കഴിഞ്ഞു നോക്കാം. ആദർശ് പറയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പോയി അനാമികയെ വിളിച്ചുകൊണ്ട് വരുന്നില്ലേ?
നവ്യ ചോദിക്കുക അനിയോട്. എന്തിനാ ഇടത്തി വിളിച്ചു കൊണ്ടുവരുന്നത്? അവളുടെ കാര്യത്തിൽ അമ്മായിയമ്മ ഒരുപാട് തലകുനിക്കുന്നുണ്ട്. അമ്മ ഏതു നേരവും അവളെ വിളിക്കുന്നുണ്ട്. അവൾ വരുന്നില്ല, ഞാൻ പോയി അവളെ വിളിക്കണമെന്ന്. എനിക്കാണെങ്കിൽ അതിന് വലിയ താല്പര്യമൊന്നുമില്ല. ഏട്ടൻ വിളിച്ചുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് ഏട്ടനെ സ്നേഹിക്കുന്നൊരു ഭാര്യയെ. സ്നേഹിക്കാത്ത ഭാര്യയെ ഞാനെന്തിനാ വിളിക്കുന്നേ? ഇത്രയും പറഞ്ഞ് അനിയും അവിടെ നിന്ന് പോയി. സാർ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയാണ്, സാറിൻ്റെ കാര്യത്തിൽ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ത്തിന് സാറിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ ആത്മവിശ്വാസം, പിന്നെ ബോഡി മെഡിസിനോട് പോസിറ്റീവായി പ്രതികരിച്ചുമെന്നൊക്കെ രോഗശമനത്തിന് കാരണമായിട്ടുണ്ട്. നന്നായിട്ട് മാറിയോ ഡോക്ടർ? അല്ലേ ഞാൻ പറഞ്ഞു വന്നത്. മാറിപ്പോ 100% ഓക്കെയാ. ഇനിയുണ്ട് ഡോക്ടർ, ഇനി ഈ വിവരം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത്. എന്താ അങ്ങനെ? സാറിൻ്റെ രോഗം മാറിയെന്നറിയുന്നത് സാറിൻ്റെ വീട്ടിലുള്ളവർക്ക് സന്തോഷമല്ലേ? അങ്ങനെ അവർ പെട്ടെന്ന് സന്തോഷിക്കണ്ട. ഇത് തന്നെ അറിയാലോ ഇന്നത്തെ കുടുംബങ്ങളുടെ പോക്ക്. ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് മെച്ചാണ് വീട്ടിലെ കാര്യങ്ങൾ. പൊരുത്തക്കേടുകൾ ഇങ്ങനെ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തൽക്കാലം ആരും ഒന്നും അറിയാത്തതാണ് നല്ലത്. പാട്ടിലെ കാരണവർക്ക് രോഗമുണ്ടെന്നറിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒഴിവായി പോകും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രോഗമില്ലാത്ത അനന്തമൂർത്തിയാണ് അവരെയെല്ലാം ഭയപ്പെടുത്തുന്നത്. ആരുമില്ല, വീട്ടിനകത്തെ ചിലരൊക്കെ പെട്ടെന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവാർഡും സ്വത്തുക്കളും ഭാഗം വയ്ക്കുന്നതിൽ പ്രതിഷേധമുള്ളവരാണ് മരണം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ കൂടെ വേണം എന്നാഗ്രഹിക്കുന്ന കുറച്ചു പേരുണ്ട്. അവരുടെ പരസ്പര സ്നേഹവും വിശ്വാസവും നിലനിർത്താൻ ഫലം ഈ സത്യം മറച്ചു വെക്കുന്നതാണ് നല്ലത്. ഞാനെന്ത് വേണമെങ്കിലും ചെയ്തോളാം, എനിക്കതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല ഡോക്ടർ പറയാം. എങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് സാറേ. ഡോക്ടർ മൂർത്തി സാറിനോട് പറയാണ്, സാറ് എത്രയും പെട്ടെന്ന് തന്നെ രോഗം വിമുക്തമായതിൽ. ഇതിൽ നിങ്ങൾ ഡോക്ടർമാരുടെ കഴിവിനെ പ്രശംസിക്കുന്നതോടൊപ്പം മറ്റൊരാൾക്ക് കൂടി നന്ദി പറയാനുണ്ട്, അയ്യപ്പസ്വാമിക്ക്. കുട്ടികൾ മല ചവിട്ടിയത് എൻ്റെ രോഗശമനത്തിനും കൂടി കാരണം. അവരുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് വേണം കരുതാൻ. എന്ന് വെച്ച് മരുന്ന് മുടക്കണ്ട, മരുന്ന് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ കുറച്ച് ഡോസ് നമുക്ക് ശരിയാക്കാം. ഞങ്ങൾ പേഷ്യൻസിനോട് ഒരു ദ്രോഹം ചെയ്യുന്നുണ്ട് കേട്ടോ. മരിക്കേണ്ട സമയത്ത് മരിക്കാൻ സമ്മതിക്കുന്നില്ല പറഞ്ഞ് രണ്ടുപേർ ചിരിക്കുകയാണ്. പറയിച്ച് കഴിഞ്ഞു, അതുതന്നെ വലിയ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. നമ്മൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്ത് മക്കളെയും കൊച്ചുമക്കളെയും സുരക്ഷിതമാക്കി കഴിഞ്ഞാൽ പ്രായത്തെ തോൽപ്പിക്കാൻ നിൽക്കരുത്. ആർക്കും ഒരു ശല്യമാവാതെ ബാധ്യതയാവാതെ കിടന്നു പോകണം. അങ്ങനെയുള്ളവരാ ഭാഗ്യവാന്മാർ. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ സാറേ. അതും ശരിയാ. അപ്പോഴേ ഡോക്ടർ സമയം എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞു, നമുക്ക് ഒന്നിച്ചിരുന്ന് കുറച്ച് സംസാരിക്കാം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഞാൻ പറയാം, അതിനി അധികം വൈകണ്ട കേട്ടോ. ശരി സാർ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈകൊടുത്ത് പിരിയാം. ഈ കാണിക്കുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി പറയാണ്, അദ്ദേഹം ഇതുവരെ വന്നില്ലല്ലോ ജയ. ടെൻഷനാവാതെ ഇപ്പോൾ വരുമല്ലോ. ഒന്ന് ഡോക്ടറെ വിളിക്കുമോനെ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് ഒരു സ്വസ്ഥതയില്ല. ദേവയാനി പറയാണ്, അമ്മേ ദേ അച്ഛനെത്തി. ആയി എന്താവാനാ, അയാൾ അതേപടി നിൽക്കുക. എന്ന് വെച്ചാൽ രോഗം അതേപടി ഉണ്ടെന്ന്. എൻ്റെ ശരീരം ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. അത് കേട്ട് ജലജ ഒന്ന് മനസ്സിൽ ചിരിക്കുകയാണ്. വിട്ടുമാറാൻ ഒരു പ്രയാസം പോലെ. ഞാൻ പറയാണ്, ഇത്തവണ മലകേറിയത് 2-3 കാര്യങ്ങൾ പരിഹരിക്കണം എന്ന് കൂടി വിചാരിച്ചിട്ടാണ്. ആദ്യത്തേത് അച്ഛൻ്റെ കാര്യം തന്നെയാണ്. ഇവൾക്ക് രോഗം ഏതാണ്ട് മാറിയ അവസ്ഥയിലാണ് ഞങ്ങൾ പോയത്. എങ്കിലും ഇവളും നയനമോളും തമ്മിലുള്ള അകൽച്ച മാറണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒന്നും നടന്നില്ല, അതാ വിഷമം. പിന്നെ ജലജ പറയാണ്, മരുമക്കളുടെ കയ്യിലിരിപ്പ് നന്നാവണം, എന്നാലേ പ്രാർത്ഥന ഫലിക്കൂ. മുത്തശ്ശി പറയാണ്, ദേവയാനി ഹോസ്പിറ്റലിലും നയനമോള് വീട്ടിലും ആയതിൽ പിന്നെ പൂജാമുറിയിലെ കാര്യങ്ങൾ നോക്കാൻ ആരും വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. ഞാനിടയ്ക്ക് കയറി എല്ലാം തുടച്ച് വൃത്തിയാക്കിയാലായി. അതെ ആർക്കും ഒരു ശ്രദ്ധയുമില്ല. ഉപദേവതകൾ പ്രസാദിക്കാതെ എങ്ങനെയാ മറ്റുള്ള ദേവതകൾ കണ്ണു തുറക്കുന്നേ? ഉപരി വീട്ടിലുള്ളവരുടെ മനസ്സും ശുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. മുത്തശ്ശനും പറയാം, പല വിഷയങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ആദ്യം വീട്ടിനകത്തുള്ളവർ ഒത്തൊരുമയോടെ പോകാൻ നോക്കണം. അത് കഴിയുമ്പോൾ അസുഖങ്ങളൊക്കെ താനെ മാറിക്കോളും. മോളില്ലാത്തത് കാരണം മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അത് ദേഹത്ത് പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയം. പറയാ, ഇനി അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏട്ടത്തിയുടെ മനസ്സിളക്കുക കളവൻ. രാവിലെ എണീറ്റ് വീട്ടുജോലികളൊക്കെ തീർക്കുന്ന ഞങ്ങളെ പരിപാലിക്കുന്ന മരുമകൾ നയനമോൾ. മോളില്ലാത്ത വിഷമം എന്തോ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സുഖകരമല്ല എന്ന് പറയാം, അതായിരിക്കും ഇത് കഴിച്ചിട്ടും അസുഖം മാറാത്തത്. ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ലാച്ചാ? കാര്യമായിട്ട് മെച്ചമൊന്നുമില്ല വസുന്ധരെ. മുത്തശ്ശിയും അതും പറഞ്ഞു പോയി. അപ്പോൾ ദേവയാനിയോട് ആദർശിൻ്റെ അച്ഛൻ പറയാണ്, മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ, നയനമോളില്ലാത്തതുകൊണ്ട് മനസ്സിനകത്ത് വല്ലാത്ത വിഷമമുണ്ട്. പിന്നെ ജലജ പറയാണ്, ഇതൊക്കെ
അവളെ വിളിച്ചു കൊണ്ടുവരാനുള്ള അച്ഛൻ്റെ അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തന്നെ അയാൾ പറയാണ്, നിർത്ത്, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. മോള് തിരികെ വരാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ സ്വർണം കൊണ്ടുപോയി കൊടുത്തത്. ഇവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് മുഖത്ത് നോക്കി പറയില്ല. നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യാൻ വേണ്ടത്. അജയൻ അതും പറഞ്ഞു പോയപ്പോൾ ദേവയാനിയെ തന്നെ നോക്കുകയാണ് ജലജ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സി യു ഓൾ.